റോഷി അഗസ്റ്റിൻ പിന്നിൽ. ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പിന്നിൽ. അവിടെ റോയ് കെ പൗലോസ് UDF മുന്നിട്ട് നിൽക്കുകയാണ്. വളരെ നിർണായകമാണ് റോഷി അഗസ്റ്റിൻ പിന്നിൽ. ജോസ് കെ മാണി പിന്നിൽ. അതേസമയം ചവറയിൽ ഷിബു ബേബി ജോൺ മുന്നിൽ. മഞ്ചേശ്വരത്തിൽ സുരേന്ദ്രൻ ലീഡ് 33 വോട്ടിന്റെ ലീഡ് മഞ്ചേശ്വരത്തിൽ. ഇരുവേട്ട സിറിയക് തോമസ് 16 വോട്ടുകൾക്ക് മുന്നിലാണ്. കണ്ണൂരിൽ TO മോഹനൻ ലീഡ് ചെയ്യുന്ന വിവരം പുറത്തു വരുന്നു. പിറവത്ത് അനൂപ് ജേക്കബ് 67 വോട്ടുകൾക്ക് മുന്നിലാണ്. ഏറ്റവും പുതിയ കണക്ക് അത് തന്നെയാണ്. ഒപ്പം കരുനാഗപ്പള്ളി സുരേന്ദ്രൻ മുന്നിൽ. ലീഡ് കണക്കിൽ 2 മണ്ഡലങ്ങളായി മാറുന്നു. 2 മന്ത്രിമാർ പിന്നിട്ട് നിൽക്കുകയാണ്. 2 മന്ത്രിമാർ പിന്നിലാണ്. ചിഞ്ചുറാണി പിന്നിൽ. 2 മന്ത്രിമാർ പിന്നിൽ. ചിഞ്ചുറാണി പിന്നിൽ, റോഷി അഗസ്റ്റിൻ പിന്നിൽ. അതേസമയം KB ഗണേഷ് കുമാർ തിരിച്ചു വരുന്നു. NDAക്ക് 2 കാസർഗോഡും മഞ്ചേശ്വരവും കാസർഗോഡ് NDA പ്രതീക്ഷിക്കുന്നതാണ്. അശ്വനി മുന്നിൽ. കാസർഗോഡ് അശ്വനി മുന്നിൽ. K സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മുന്നിൽ. 2 സീറ്റുകളിൽ NDAയുടെ ലീഡ് വന്നിരിക്കുകയാണ്. ഇപ്പോഴും 30-30 LDF 30 UDF 30. തീർച്ചയായും നെക്ക് ടു നെക്ക് ഫൈറ്റ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവമ്പാടിയിൽ ലിൻഡോ ജോസഫ് മുന്നിൽ എന്ന കണക്കുണ്ട്. തിരുവമ്പാടിയിൽ ലിൻഡോ ജോസഫ് മുന്നിലാണ്. പറവൂരിൽ VD സതീശൻ 115 വോട്ടുകൾക്ക് മുന്നിലാണ്. പറവൂരിൽ VD സതീശൻ 115 വോട്ടുകൾക്ക് മുന്നിൽ. ചിറ്റൂരിൽ V മുരുകദാസ്. ചിറ്റൂരിൽ UDF വിജയം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ V മുരുകദാസ് ആദ്യഘട്ടത്തിൽ 13 വോട്ടുകൾക്ക് മുന്നിലാണ് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ചിറ്റൂരിൽ V മുരുകദാസ് മുന്നിൽ. എലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണൻ ലീഡ് ചെയ്യുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട 3 മന്ത്രിമാർ പിന്നിൽ. 3 മന്ത്രിമാർ പിന്നിൽ. AK ശശീന്ദ്രൻ പിന്നിൽ, റോഷി അഗസ്റ്റിൻ പിന്നിൽ, ചിഞ്ചുറാണി പിന്നിൽ. 3 മന്ത്രിമാർ പിന്നിട്ട് നിൽക്കുന്നു. വീണ ജോർജ് മുന്നിലാണ് ഇപ്പോൾ അല്ലേ? വീണ ജോർജ് മുന്നിൽ എന്ന കണക്ക്. സംസ്ഥാനത്ത് പോരാട്ട ചിത്രം ഇങ്ങനെയാണ്. ഇഞ്ചോടിഞ്ച് പോരാണ്. പിടികൊടുക്കാതെ LDF ഉണ്ട് പിന്നിൽ. ഒപ്പമുണ്ട് UDF മുന്നേറ്റ സ്വഭാവം പ്രകടമാക്കുന്നുണ്ട്. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ട ചിത്രമാണ് മുഹമ്മദ് റിയാസ് മുന്നിൽ. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് മുന്നിൽ. 53 വോട്ടുകൾക്കാണ് ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് ലീഡ് ചെയ്യുന്നത്. വട്ടിയൂർക്കാവിൽ ഇപ്പോൾ മുരളീധരന്റെ ലീഡ് 116 വോട്ടുകളിലേക്ക് വന്നിരിക്കുന്നു. മഞ്ചേശ്വരത്ത് 47 വോട്ടുകൾക്ക് K സുരേന്ദ്രൻ മുന്നിലാണ് എന്ന കണക്കുണ്ട്. അത്തരത്തിൽ NDA 3 സ്ഥലങ്ങളിൽ കാസർഗോഡും മഞ്ചേശ്വരത്തും ഒപ്പം ചാത്തന്നൂരിലും ലീഡ് ചെയ്യുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. NDA ഇപ്പോൾ 3 സ്ഥലങ്ങളിൽ മുന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. G സുധാകരന്റെ ലീഡ് അമ്പലപ്പുഴയിൽ 48 ഉയർന്നിരിക്കുന്നു. 48 വോട്ടുകൾക്ക് തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ പിന്നിൽ. VPP മുസ്തഫ 106 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ഉദുമയിലും LDF ആണ് മുന്നിൽ. CH കുഞ്ഞമ്പു ലീഡ് നേടിയിരിക്കുകയാണ്. കാഞ്ഞങ്ങാടും LDF ആണ് മുന്നിൽ. പക്ഷേ കാസർഗോഡ് NDA BJP ആണ് മുന്നിൽ. മഞ്ജുഷ, ഏറ്റവും പ്രധാനം സംസ്ഥാനത്ത് UDFന്റെ മുന്നേറ്റം പ്രകടമാകുന്നു. സൂചനകൾ പുറത്തു വരുന്നു. കാസർഗോഡ് കല്ലട്ര മൈൻ ഹാജി UDF ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. BJP പിന്നിൽ, കാസർഗോഡ് UDF മുന്നിൽ. അതെ, സംസ്ഥാനത്ത് UDF മുന്നിൽ. അശ്വനി പിന്നിലാണ്. അവിടെ കല്ലട്ര മൈൻ ഹാജി UDF ആണ് മുന്നിൽ. സംസ്ഥാനത്തെ പോരാട്ട ചിത്രം. UDF 41 മണ്ഡലങ്ങളിൽ ലീഡ് പിടിക്കുന്നു. ഇടതുമുന്നണി 33. ഇഞ്ചോടിഞ്ച് സ്വഭാവമുണ്ടെങ്കിലും ലീഡ് നിലയിൽ മുന്നിൽ UDF തന്നെയാണ്. ഭരണമാറ്റത്തിന്റെ സൂചനയാണോ വ്യക്തമല്ല. എന്തായാലും ആദ്യ സൂചനകൾ അത് UDFന് അനുകൂലമാണ്. 41 മണ്ഡലങ്ങളിലേക്ക് ലീഡ് നില UDF ഉയർത്തിയിട്ടുണ്ട്. കോഴിക്കോട് സൗത്തിൽ UDF മുന്നിലാണ്. വള്ളിക്കുന്നില് TB ഇബ്രാഹിം ലീഡ് ചെയ്യുന്നു. കുറ്റ്യാടിയിൽ LDF ലീഡ് ചെയ്യുന്നു. നാദാപുരത്ത് UDF ലീഡ് ചെയ്യുന്നു. കൊയിലാണ്ടിയിൽ K ദാസൻ മുന്നിലാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട്. തിരുവല്ലയിൽ വർഗീസ് മാമനാണ് കോൺഗ്രസ് UDF സ്ഥാനാർത്ഥി ഇപ്പോൾ ആദ്യ റൗണ്ടിൽ മുന്നിൽ നിൽക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. തിരുവല്ലയിൽ മാത്യു തോമസ് ഒക്കെ വലിയ വിജയം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ വർഗീസ് മാമൻ ആദ്യഘട്ടത്തിൽ മുന്നിൽ വരുന്നു. V മുരളീധരൻ 4 വോട്ടിന് കണക്കൂട്ടത്ത് മുന്നിൽ. ഏറ്റവും പുതിയ വിവരം അതാണ്. V മുരളീധരൻ 4 വോട്ടിന്. NDA ഇപ്പോൾ 1 ആയിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ പിന്നിലേക്ക് പോയി. കാസർഗോഡ് അശ്വനിയും പിന്നിലേക്ക് പോയി. പക്ഷേ BJP ഒരു സീറ്റിൽ മുന്നിൽ. അത് കഴക്കൂട്ടത്താണ്. ശോഭാ സുരേന്ദ്രൻ 13 വോട്ടിന് മുന്നിൽ. പാലക്കാട് 2 സീറ്റുകൾ. NDA 2 സീറ്റുകളിൽ മുന്നിൽ. ഇപ്പോൾ NDAയുടെ കണക്കിൽ 2 സീറ്റുകൾ. BJPയുടെ ശക്തി കേന്ദ്രമാണ്. അതാണ് അവിടെ പ്രതിഫലിക്കുന്നത്. ഇതൊക്കെ മാറി മാറി വരാൻ പറ്റുന്ന ട്രെൻഡുകളാണ്. പാലക്കാട് നഗരസഭ എണ്ണുമ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ ലീഡ് എടുക്കുന്നത്. മഞ്ഞളാംകുഴിയിൽ 18 വോട്ടുകൾക്ക് മുന്നിലാണ്. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് മങ്കടയിൽ മഞ്ഞളാംകുഴി 18. മലപ്പുറം ജില്ലയിൽ എല്ലാ സീറ്റുകളിലും UDF മുന്നിൽ. 16 സീറ്റുകളിലും. മലപ്പുറം ജില്ലയിൽ 16 സീറ്റുകളിലും UDF മുന്നിൽ. മലപ്പുറം ജില്ലയിൽ അടൂരിൽ ശാന്തകുമാർ മുന്നിൽ. കോന്നിയിൽ KU ജനീഷ് കുമാർ മുന്നിൽ. അടൂരിൽ ശാന്തകുമാർ UDF സ്ഥാനാർത്ഥി ശാന്തകുമാറോട് വിജയം പ്രതീക്ഷിക്കുന്നു. ശാന്തകുമാർ മുന്നിൽ. കോന്നിയിൽ KU ജനീഷ് കുമാർ മുന്നിൽ എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഏറ്റവും ഒടുവിലത്തെ കണക്ക് വെച്ച് നെക്ക് ടു നെക്ക് ഫൈറ്റിൽ നിന്ന് UDF
ലീഡ് എടുക്കുന്നു. UDF ലീഡ് എടുക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 40-41 വലിയ കണക്കുകളൊക്കെ ചിലവർ കൊടുക്കുന്നുണ്ട്. അതൊന്നും തെറ്റാണ്. 40-41 2 എന്ന് പറയുന്നത് പാലക്കാടും അതുപോലെ കഴക്കൂട്ടവുമാണ്. ഈ രണ്ട് സീറ്റുകളാണ്. അത് രണ്ടുമാണ് ഉള്ളത്. ഒപ്പം തന്നെ കാസർഗോഡും മഞ്ചേശ്വരവും BJPക്ക് ചില സൂചനകൾ നൽകുന്നുമുണ്ട്. എന്തായാലും നിലവിലെ കണക്കിൽ NDA 2 ഇടങ്ങളിൽ, തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങളിൽ ലീഡ് BJP അതുപോലെ തന്നെ പാലക്കാടുമാണ് വന്നിരിക്കുന്നത്. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ 40 വോട്ടുകൾക്ക് മുന്നിൽ. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ 40 വോട്ടുകൾക്ക് മുന്നിൽ എന്ന കണക്ക് പുറത്തു വരുന്നു. AK ശശീന്ദ്രൻ 40 വോട്ടുകൾക്ക് എലത്തൂരിൽ മുന്നിൽ എന്ന കണക്ക് പുറത്തു വരുന്നുണ്ട്. അരൂരിലും അൻവർ സാദത്ത് 86 വോട്ടുകൾക്ക് ആലുവയിൽ മുന്നിൽ എന്ന കണക്ക് പുറത്തു വരുന്നു. അൻവർ സാദത്ത് അവിടെ വലിയ വിജയം പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ 86ലേക്ക് അൻവർ സാദത്തിൽ ലീഡ് ഉയർന്നിട്ടുണ്ട്. പി രാജീവ് കളമശ്ശേരിയിൽ 48 വോട്ടുകൾക്ക് മുന്നിൽ. പി രാജീവ് കളമശ്ശേരിയിൽ 48 വോട്ടുകൾക്ക് മുന്നിൽ എന്ന കണക്ക് വരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് 42 സംസ്ഥാനത്ത് നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ്. ആര്യാട് ചൗക്കത്ത് നിലമ്പൂരിൽ 39 UDF 43, LDF 42. അങ്കമാലിൽ റോജി എം ജോൺ 39 വോട്ടുകൾക്ക് മുന്നിൽ. വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് മുന്നിൽ കയറിയിരിക്കുന്നു. K മുരളീധരൻ പുറകോട്ട് പോകുന്നു. വട്ടിയൂർക്കാവിൽ VK പ്രശാന്തിന് 20 വോട്ടിന്റെ ലീഡ്. ഇപ്പോൾ 22 മിനിറ്റ് പിന്നിടുമ്പോൾ വട്ടിയൂർക്കാവിൽ VK പ്രശാന്തിന് 22 വോട്ട് ലീഡ്. അമ്പലപ്പുഴയിൽ സുധാകരൻ ലീഡ് തുടരുന്നു. ഇപ്പോൾ 17 വോട്ടുകളായി ലീഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആദ്യം 47 വോട്ട് ലീഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 17 വോട്ടുകൾക്ക് സുധാകരൻ മുന്നിലാണ് എന്ന കണക്ക് കൂടി പുറത്തു വരുന്നു. ഇപ്പോൾ പാലക്കാട് തൃത്താലയിൽ MB രാജേഷ് ലീഡ് തുടരുകയാണ്. ആലത്തൂരിലും LDF ആണ് ലീഡ്. മലമ്പുഴയിൽ LDF-നാണ് ലീഡ്. പട്ടാമ്പിയിൽ UDF-നാണ് ലീഡ്. ഷാജിയാണ് അവിടെ ലീഡ് ചെയ്യുന്നത്. തരൂരിൽ LDF-നാണ് ലീഡ്. സുമോദ് 51 വോട്ടുകൾക്കാണ് ലീഡ്. നെന്മാറയിൽ LDF 15 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കോട്ടയത്തെ കണക്ക് തിരുവഞ്ചൂർ 71 വോട്ടുകൾക്ക് മുന്നിൽ. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ ഇപ്പോഴും മുന്നിട്ട് നിൽക്കുകയാണ്. 45-45 ടൈറ്റായി. 157 വോട്ടുകൾക്ക് മുന്നിൽ എന്ന കണക്ക് കൂടി പുറത്തു വരുന്നു. പാലയിൽ മാണി സി കാപ്പൻ ലീഡ് ഉയർത്തുന്നു. നാട്ടകം സുരേഷ് ഏറ്റുമാനൂരിൽ 94 വോട്ടുകൾക്ക് മുന്നിൽ എന്ന കണക്ക് കൂടി പുറത്തു വരുന്നു. VN വാസവൻ പിന്നിൽ. മന്ത്രി VN വാസവൻ പിന്നിൽ. ഉയരുന്നു എന്ന ഒരു വാർത്ത ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. KPCC ആസ്ഥാനത്ത് ഇപ്പോൾ LDF-ന് ലഭിക്കുന്ന ലീഡിൽ വലിയ ആരവവും ആഹ്ലാദവും ഉയരുന്നു. യെസ്, അതാണ് ചിത്രം. എന്തായാലും UDF-ന് അനുകൂല ട്രെൻഡ് ഉണ്ടാകുന്നു എന്ന അവരുടെ പ്രതീക്ഷകളുണ്ട്. അതിന്റെ ചില സൂചനകളുമുണ്ട്. പക്ഷേ പോരാട്ട ചിത്രം ഇഞ്ചോടിഞ്ചാണ്.